പത്തനംതിട്ട ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയം മുടങ്ങുന്നു. അതിനുശേഷം അവന്തിക നേരെ പോകുന്നത് നാഗേന്ദ്രനെ കാണാനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നു കേട്ടോ. നാഗേന്ദ്രനെ പോയി കണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനിയാണെന്നും എനിക്കിപ്പോഴും നന്ദുവായിട്ട് ബന്ധമുണ്ടെന്നും ഒക്കെ പറയുന്നു. അപ്പോൾ തിരിച്ച് നാഗേന്ദ്രൻ പറയുന്നത്, ഒരു കാരണവശാലും മോളെ വിഷമിക്കേണ്ട, അവൻ എന്തായാലും നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അത് ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തികയ്ക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതിനുശേഷം അമ്മയും ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്, അച്ഛനും ഞാനുമായിട്ട് ഇതുപോലെ. അപ്പോൾ പറയുന്നത് എൻ്റെ കാര്യത്തിൽ കുറച്ച് അത്ര ഇതായിട്ടില്ല, പക്ഷേ അഭിയേട്ടൻ്റെ കാര്യത്തിൽ നല്ല സംശയമുണ്ട്, അച്ഛനായിട്ട് അടുപ്പമുണ്ടോ എന്ന്, അതിലൊരു പേടിയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നു, അവൾക്ക് ഉറപ്പായിട്ടും പേടിയുണ്ടാകും, അവൾ പേടിക്കണം, അതിൻ്റെ ആവശ്യമുണ്ട്, കാരണം ഇതുപോലെ ചതിയും വഞ്ചനയുള്ള ഒരു സ്ത്രീ വേറെ ഉണ്ടാവില്ല എന്നാണ് നാഗേന്ദ്രൻ പറയുന്നത് ജലജയെക്കുറിച്ചിട്ട്. അതിന് സംസാരിക്കുന്നത്. പിന്നീടാണെങ്കിൽ നന്ദു ആകെ സ്റ്റേഷനിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇതിൽ ഇടപെടുകയും ചെയ്തു. അതിൽ നന്ദു ആഗ്രഹിച്ചിരുന്ന കാര്യം തന്നെയാണ്. എങ്കിൽ കൂടി മുത്തശ്ശനെ വിളിച്ചിട്ട് ആ ഒരു വിവാഹം നിശ്ചയം അങ്ങനെ ആ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണല്ലോ അനാമികയുടെ പരാതിയൊക്കെ കിട്ടി അങ്ങനെ ആ ഒരു നിശ്ചയം മുടങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തേക്കാണ് അനി ഫോൺ ചെയ്യുന്നത്. അനി ഫോൺ ചെയ്തിട്ട് പറയുന്ന കൺഗ്രാജുലേഷൻ പറയുകയാണ്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ, ആ വിവാഹം നിശ്ചയം നീ മുടക്കിയതിന് ഞാൻ മുടക്കിയിട്ടില്ല, എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നു, അനാമിക ഇവിടെ വന്ന് പരാതി തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ മുത്തശ്ശനെ ആ സമയത്ത് ഫോൺ ചെയ്തതെന്നൊക്കെ പറയും. എന്തായാലും നീയും ആഗ്രഹിച്ച കാര്യം തന്നെയില്ലേ എന്നാണ് അനി പറയുന്നത്. ഞാൻ ആഗ്രഹിച്ചോ, ഞാൻ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ മനസ്സിൽ നന്ദു പറയുന്നുണ്ട്, ഉറപ്പായിട്ടും ഞാൻ ഒരു രാത്രി കൂടി ഉറങ്ങാതിരുന്നു, അത് പക്ഷേ തുറന്ന് പറയാൻ കഴിയില്ലല്ലോ, അത്രയ്ക്കും ടെൻഷനിലായിരുന്നു നന്ദു. അപ്പോൾ അതിനുശേഷം നന്ദു പറയുന്നുണ്ട്, എനിക്കിത്തിരി തിരക്കുണ്ട്, ഞാൻ ഫോൺ വെക്കുക, ഇത്തിരി തിരക്കുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അനിയുടെ ഫോൺ കട്ട് ചെയ്യുന്നു. പിന്നെ അതിന് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ കനകയും ഗോവിന്ദനും ഒരുപാട് ചോദ്യം ചെയ്യലും പറച്ചിലും, നീ എന്തിനാണ് ഈ സമയത്ത് ഇടപെട്ട്, ആ സമയത്ത് അവിടെ മുത്തച്ഛനെ ഫോൺ ചെയ്തതെന്നും തൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നതൊക്കെ പറഞ്ഞൊക്കെ അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കനക പറയുകയാണ്, ഇതൊക്കെ നിൻ്റെ അഭിനയമില്ല, ഇതൊക്കെ നേരത്തെ കൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് അനാമികയുടെ പരാതി കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ അവിടെ വന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിന് മുമ്പേ തന്നെ കനക ഗോവിന്ദനോട് പറയുന്നു, ഗോവിന്ദേട്ടൻ ഇച്ചിരി സ്ട്രോങ് ആയിട്ടൊക്കെ നിന്നോണം, സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഏറ്റ ആ ഒരു അപമാനം, ആ ഒരു മുറിവ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നിനക്ക് മയക്കം കഴിയും, അതുപോലെ അപമാനിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന, അപമാനം ഏറ്റിട്ടാണ് എന്നൊക്കെ ഗോവിന്ദനും കനികയും കൂടെ നന്ദുവിനടുത്ത് പറയുകയാണ്. നന്ദുവിന് അത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയേക്കാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നത്, നീ എവിടെ വേണമെങ്കിലും ഇറങ്ങി പോയിക്കോളൂ, പ്രശ്നമില്ല എന്നൊക്കെ കനക പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം ആദർശാണെങ്കിൽ ദേവയാനി കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിനി നാഗേന്ദ്രയുടെ ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ദേവയാനി പറഞ്ഞത്, കറക്റ്റായിട്ട് എനിക്കൊന്നും അറിയില്ല, പക്ഷേ മുത്തശ്ശൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് നാഗേന്ദ്രൻ. അതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയെങ്കിൽ അവിടുത്തെ ഒരു മൂർത്തീസ് ജ്വല്ലറി സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഹരിശങ്കർ എന്തോ ശങ്കർ സാർ അങ്ങനെ പറയുന്നു, അദ്ദേഹത്തെ പോയി കണ്ടാൽ മനസ്സിലാവും, മുത്തശ്ശൻ്റെ അടുത്ത വിശ്വസ്തനായിരുന്നു, ഇപ്പോൾ ജ്വല്ലറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ എവിടെ എന്താണെന്നൊക്കെ തിരക്കുന്നുണ്ട് ആദർശ്. അതിനുശേഷം ആദർശ് അയാളുടെ വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോകുമ്പോഴേക്കും അദ്ദേഹം ആ ഒരു പണിപ്പുരയിലായിരുന്നു. എന്തിനാ സാർ ഇങ്ങോട്ടേക്ക് വന്നത്, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്രയും വെയിറ്റ്, ഞാൻ റെഡിയായിട്ട് ഡ്രസ്സൊക്കെ മാറി വരാം, നമുക്ക് പുറത്തോട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ നാഗേന്ദ്രനെ കുറിച്ചിട്ടാണ് അന്വേഷിക്കുന്നത്. നാഗേന്ദ്രൻ എന്താണ്, എവിടെയാണ് പോകാനുള്ള കാര്യം, എന്താണ് മുത്തശ്ശനായിട്ടുള്ള ശത്രുത വരാൻ, അങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, മൂർത്തീസ് ജ്വല്ലറി നോർമൽ ഒരു രീതിയിൽ പോകുന്നുണ്ടായിരുന്നു, ജ്വല്ലറിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ഉയർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നാഗേന്ദ്രൻ അത്രയും നല്ല വിദ്യാഭ്യാസം MBA-കാരനാണ്. അപ്പോൾ അദ്ദേഹം വന്ന് അതിൽ സ്റ്റാഫായതിന് ശേഷം, ചാർജ് എടുത്തതിന് ശേഷമാണ് അത്രയും വലിയ ഉയർച്ചയും കാര്യങ്ങളൊക്കെ, പെട്ടെന്നുള്ള ഉയർച്ച വളരെ പെട്ടെന്നായിരുന്നു, കുതിച്ചേരിയായിരുന്നു മൂർത്തീസ് ജ്വല്ലറി. തൻ്റെ 2 ആൺമക്കളായിക്കാട്ടി ഏറ്റവും കൂടുതൽ വിശ്വാസം മുത്തശ്ശന് ഈ ഒരു നാഗേന്ദ്രനെയായിരുന്നു. അപ്പോൾ നാഗേന്ദ്രനായിരുന്നു സകല കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത്, ജ്വല്ലറിയുടെ എല്ലാ കാര്യങ്ങളും, നോട്ടങ്ങളെല്ലാം മൊത്തത്തിൽ ചാർജ് ചെയ്യിപ്പിച്ചിരുന്നത് നാഗേന്ദ്രന് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇതുപോലെ ഒരവസരത്തിൽ നാഗേന്ദ്രനെ വീട്ടിലേക്ക് വിളിപ്പിക്കുകയും അതുപോലെ തന്നെ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊരു ഒരു നെക്ലേസ് കാണിക്കുന്നുണ്ട്, അത് ഈ നാഗേന്ദ്രനെ വിളിച്ച് കാണിച്ചിട്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അത്രയ്ക്കും കണ്ണ് തള്ളിപ്പോകുന്ന രീതിയിൽ, കണ്ണഞ്ചുന്ന ആ ഭംഗിയായിരുന്നു ആ ഒരു. അപ്പോൾ ജീവിതത്തിൽ നാഗേന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഇതുവരെ ഇത്രയും ഭംഗിയുള്ള ഒരു നെക്ലേസ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ അത് നാഗേന്ദ്രന് ഇഷ്ടമാകുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത്, നമുക്ക് ഇനിയും ഒരുപാട് പടവുകൾ വെട്ടിയാണ് നമ്മൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്,
താഴ്ചയിൽ നിന്നും. അപ്പോൾ ഇനിയും നമുക്ക് മുന്നിലേക്ക് പോകണം, അതിനുവേണ്ടി എന്താ നിനക്ക് ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നു. അത് അങ്ങനെയാണെങ്കിൽ ഒരു എക്സിബിഷൻ വെക്കാം. എക്സിബിഷനിൽ ഈ ഒരു നെക്ലസ് നമുക്ക് പ്രദർശനത്തിന് വെച്ചിട്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഇനി അക്ഷയ തൃതീയ വരികയല്ലേ, അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ ഒരു ബിസിനസ് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുക്കണം മുത്തശ്ശന് അതനുസരിച്ച് സമ്മതിക്കും. നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ഒരു പ്രൊമോ അവസാനിക്കുന്നതിൻ്റെ. ബാക്കി വിശേഷങ്ങൾ നാളത്തെ പ്രൊമോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, പത്രമായിട്ട് മിസ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക.